എഗ്ലെസ് പ്ലം കേക്ക് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് നമ്മൾ പ്ലം കേക്കിൻ്റെ വീഡിയോ ഇട്ടത്. ഒരു സ്പെഷ്യൽ പ്ലം കേക്കായിരുന്നു. അത് നമ്മൾ സോക്കൊന്നും ചെയ്യാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ സോക്ക് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളതാണ് ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കും അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്തിട്ടുണ്ടാക്കുന്ന ആ ഒരു പ്ലം കേക്കിൻ്റെ ആ ഒരു ഒത്തൻറ്റിക് പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണുള്ളത്. മുട്ട ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിന് ടേസ്റ്റ് കുറവോ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ എഗ്ലെസ് പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം പഞ്ചസാര എടുത്ത് വെക്കാൻ കേട്ടോ. 1/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ആ 1/4 കപ്പ് പഞ്ചസാരയുടെ പകുതി പോർഷൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള പഞ്ചസാര മുഴുവനായിട്ടും ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാനാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. മെൽറ്റായി കളർ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് കളർ മാറി വരുന്നുണ്ട്. സൈഡൊക്കെ ഒന്ന് തട്ടിയിട്ട് കൊടുക്കണം, കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കംപ്ലീറ്റ് മെൽറ്റായി. ഇത്രയും നേരം നമ്മൾ തീ കുറച്ച് വെച്ചതാണ്. ഇനി നമ്മൾ തീ പെട്ടെന്ന് കൂട്ടി കൊടുക്കുക. തീ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് സൈഡിൽ നിന്നൊക്കെ പത ഇങ്ങനെ വന്നിട്ട് പത ഫുള്ള് മുഴുവനായിട്ടും അങ്ങ് പതയങ്ങ് ആവും. അപ്പോഴത്തേക്കും പത കൂടുതൽ വരുമ്പോൾ നമുക്ക് തീ അങ്ങ് കുറച്ച് കൊടുക്കാം, കരിഞ്ഞു പോരുത്. അപ്പോൾ നന്നായിട്ട് പതയായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പഞ്ചസാര ഇതുപോലെ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കരിഞ്ഞു പോയാൽ കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇത് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുരു ഇല്ലാത്ത കറുത്ത മുന്തിരി തന്നെ ഇട്ട് കൊടുക്കണം. എഗ്ഗ് ചേർത്തിട്ടുള്ള പ്ലം കേക്കിൽ 1/2 കപ്പ് എടുത്തത്. ഇതിൽ നമ്മൾ 1/2 കപ്പ് നിറച്ചും എടുക്കണ്ട, കുറച്ച് എടുത്താൽ മതി. 1/4 കപ്പല്ല, അതിനെ കഴിഞ്ഞ് ഇച്ചിരിയും കൂടെ കൂടുതലായിട്ട് അളവിലെടുത്താൽ മതി. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണൊക്കെ വരും. ഇനി അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3-4 ഡേറ്റ്സ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്. ഒരുപാട് നനഞ്ഞ് കുഴഞ്ഞിരിക്കുന്ന ഡേറ്റ്സ് എടുക്കരുത്, കുറച്ച് സ്റ്റിഫായിട്ടിരിക്കുന്ന ഡേറ്റ്സ് എടുക്കണേ. അതിട്ട് കൊടുക്കാം. അപ്പം തിളയ്ക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോൾ അത് കുറച്ച് തിളച്ച് വറ്റിയിട്ടുണ്ട്. അത് നല്ല പതയൊക്കെ പോലെ വരുന്നുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് ഗ്രാമ്പു പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു കേക്കിൽ ഗ്രാമ്പൂ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലം കേക്കിൽ മറ്റുള്ള മസാലപ്പൊടികൾ, നട്ട്ബഗ് പൗഡർ അതൊക്കെ വേണ്ടതെന്ന്. പക്ഷെ ഞാൻ സാധാരണ ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. ഇത് മാത്രം ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് എല്ലാ പൊടികളും കൊണ്ട് ചേർത്താൽ കിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കൂട്ടിൽ ചേർക്കുമ്പോഴത്തേക്ക് ശരിക്കും നല്ല സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ ഒരു ചെറിയൊരു കുത്തലൊക്കെ ആയിട്ടുണ്ടാവില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ചേർക്കുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ പ്ലം കേക്കിന് വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചതിൻ്റെ ബാക്കിയാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഒരുപാട് അങ്ങ് വറ്റിക്കേണ്ട. നമ്മളിപ്പോൾ ഈ ഇളക്ക് നോക്കുന്ന സമയത്ത്, ഓഫാക്കിയിട്ട് ഇളക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിന് മതി കേട്ടോ. സിറപ്പ് കുറച്ചുകൂടെ വറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയായി പോകും. ഇപ്പോൾ ഇതിപ്പോൾ തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായി വരും. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ ഈ ഒരു പ്ലം കേക്കിൽ മുട്ട ചേർത്തുള്ള പ്ലം കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് അല്ല കേട്ടോ, വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഈ ഒരു റെസിപ്പിയിലേക്ക് എത്താനായിട്ട് ഞാൻ 3 പ്രാവശ്യം ഈ ഒരു കേക്ക് ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ എടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എഗ്ലെസ് പ്ലം കേക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് 6 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. അത് നമുക്ക് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യാം. അതിലേക്ക് ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. സാധാരണ ഒരു അലൂമിനിയം പാത്രമാണ്. അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്, മുകളിലൊരു പ്ലേറ്റും വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടായിരിക്കേണ്ടത്. ഒരുപാട് കട്ട പിടിച്ച് ഇരിക്കരുത്. ഇനി അതിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ സെസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഓറഞ്ചിൻ്റെ സെസ്റ്റ് ചിലപ്പോൾ കട്ട പിടിച്ചെല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് കൈ വെച്ച് ഒന്ന് ഉടച്ചിട്ട് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കേക്കിനകത്ത് വരുമ്പോഴും ഒരുമിച്ച് കൂടിയൊക്കെ കിടക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. നമ്മൾ തൈരാണ് കേട്ടോ എടുക്കുന്നത്. പുളിയുള്ള തൈര് തന്നെയാണ്. നമ്മൾ സാധാരണ മിൽമയുടെയൊക്കെ പാക്കറ്റ് വാങ്ങിക്കില്ലേ, ആ തൈരാണ് ഇത് എടുക്കുന്നത്. 1/4 കപ്പ് തൈരാണ് എടുക്കുന്നത്. അത് നമുക്ക് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വിസ്ക് വെച്ചോ ബീറ്റർ വെച്ചിട്ടോ ഇളക്കാം. നന്നായിട്ട് ആ ഒരു തരിതരിപ്പ് മാറി നല്ല സ്മൂത്ത് ടെക്സ്ചർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്നാവും, ഒരുപാട് സമയമൊന്നും ഇളക്കണ്ട. പെട്ടെന്ന് തൈരല്ലേ, പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. പിന്നെ തൈര് എടുക്കുന്ന സമയത്ത് തണുത്ത തൈരൊന്നും എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതാ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വിസ്ക് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ആ പഞ്ചസാരയുടെ പൊടിയിൽ ചെറിയ പഞ്ചസാര തരികൾ ഉണ്ടാവും. അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർക്കുന്നത്. അതും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ ഏതായാലും കുഴപ്പമില്ല. ഇനി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓയിൽ സെപ്പറേറ്റ് ചെയ്ത് കിടക്കും, ഓയിലും വാട്ടറും കൂടെ ഒരുമിച്ച് ചേരില്ലല്ലോ. പക്ഷേ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി അത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടി വരുമ്പോഴത്തേക്കും അതൊരു വേറൊരു കൺസിസ്റ്റൻസിയിലോട്ട് മാറും. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. വിസ്ക് വെച്ച് തന്നെ മിക്സ് ചെയ്താൽ മതി. ബീറ്റർ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ലോ സ്പീഡിലിട്ട് മാത്രം ബീറ്റ് ചെയ്താൽ മതി. വിസ്ക് വെച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ കുറച്ച് സമയം ഇളക്കുമ്പോഴത്തേക്കും തന്നെ അതങ്ങ് മിക്സ് ആയിക്കോളും. ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വിസ്ക് വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. നമുക്ക് ശരിക്കും 1/4 കപ്പ് പാല് മാത്രം പോരെ, 2 ടേബിൾ സ്പൂണും കൂടെ പാല് വേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് കഴിയുന്ന സമയത്ത് മാത്രം ഒഴിച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് എടുക്കാം. അത് ജസ്റ്റ് ഒന്ന് കുത്തിപ്പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം. അത് നമുക്ക് ലാസ്റ്റ് സെറ്റ് മൈദ ഉണ്ടല്ലോ അതിനകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്നും അടിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ കൺസിസ്റ്റൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ വരാം. അതിനനുസരിച്ച് പാല് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മതിയാകും. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഗ്രാമ്പു പൊടിച്ച് വെച്ചതാണ് കേട്ടോ. അത് നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാമ്പു ആണെങ്കിൽ കുറച്ച് അളവ് കുറച്ചുകൂടെ കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അതായത് എക്സ്പോർട്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള ഗ്രാമ്പു ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നല്ല സ്ട്രോങ് ആയിരിക്കും. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് കുത്തിയൊന്നും ഇളക്കണ്ട, ജസ്റ്റ് ഫോൾഡ് ചെയ്ത് അതിനെടുത്താൽ മതി. സ്പൂൺ വെച്ചിട്ടായാലും ഇളക്കിയെടുത്താൽ മതി. ഇപ്പം മിക്സ് ചെയ്തെടുക്കുമ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒരുപാട് തിക്കുമായി പോകരുത്, ഒരുപാട് ലൂസുമായി പോകരുത്. തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല കേക്കിന്. ലൂസായി പോയാൽ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ അടിയിൽ പോയി കിടക്കുകയും ചെയ്യും. നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കാഷ്യൂ നട്ട്സ് 2ആയിട്ട് പൊട്ടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാനേ. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് നമുക്കൊരു 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കി കുത്തി നോക്കണം. പറ്റി പിടിച്ചിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സിമ്മിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിലും 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഇതേപോലെ തന്നെ ചെയ്തിരുന്നാൽ മതി. 180 ഡിഗ്രി സെൽഷ്യസിൽ ചെയ്ത് 160ലേക്കാക്കി കുറച്ച് ഈ ടൈമൊക്കെ ഇതേപോലെ തന്നെ എടുത്തിരുന്നാൽ മതി. അതൊക്കെ പിന്നെ ഓവനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം കറക്റ്റ് 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചു. ഞാൻ ഇടയ്ക്ക് 45 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയിരുന്നു. ചെറുതായിട്ടൊന്ന് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ സിമ്മിലേക്ക് വെച്ച് 10 മിനിറ്റ് കൂടെ വെച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല മണം കേട്ടോ ഈ ഒരു കേക്കിന് ഉണ്ടാവുക. അത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, ഓൾറെഡി ഇതുപോലത്തെ ഒരു കേക്ക് മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മണം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അന്ന് തന്നെ കേക്ക് മുറിച്ച് കഴിച്ചു എന്ന്. അത്രയ്ക്കും അത് ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ ഒരു കേക്കിന് ഉണ്ടാവുക. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഈ ഒരു കേക്ക് ഇന്ന് കഴിക്കുന്നതിലും ടേസ്റ്റ് നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ കഴിക്കാനാണ്. നമുക്കതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം പിറ്റേ ദിവസമായിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കേക്ക് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഡിമോൾഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ നല്ലത്. പക്ഷേ ഞാൻ രാത്രിയായി ഉണ്ടാക്കാൻ, അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ വെച്ചതാണ്. അപ്പോൾ നമ്മുടെ എഗ്ലെസ് പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള കേക്കാണ്. ഞാനൊരു റിബണൊക്കെ കെട്ടി വെച്ചതാണ്. ക്രിസ്മസ് അല്ലേ, അപ്പോൾ ഒന്ന് അലങ്കരിച്ച് വെച്ചതാണ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. നമുക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കേട്ടോ കേക്ക് ഇരിക്കുന്നത്. സാധാരണ സ്പോഞ്ച് കേക്ക് പോലെ സ്പോഞ്ചി അല്ല, എന്നാൽ നല്ല സോഫ്റ്റാണ്. എന്നാൽ കറക്റ്റ് ആ ഒരു പ്ലം കേക്കിൻ്റെ ഒരു ടെക്സ്ചറാണ്. കട്ട് ചെയ്തിട്ടുണ്ട്. എടുക്കാം. കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലായിടത്തും ഒരേപോലെയാണ് വന്നിട്ടുള്ളത്. അടിയിൽ മാത്രമല്ല എല്ലായിടത്തും ഒരേപോലെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളത് മുട്ടയില്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലം കേക്കാണെന്ന് പറയേയില്ല. ശരിക്കും നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റ് തന്നെയുണ്ട്. പെർഫെക്റ്റ് പ്ലം കേക്കാണ് കേട്ടോ. ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. മറ്റേ പ്ലം കേക്ക് സെയിൽ ചെയ്യാമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് സെയിൽ ചെയ്യാവുന്ന കേക്കുകൾ തന്നെയാണ് നമ്മൾ വീഡിയോയിലെല്ലാം ഇടുന്നത്. ശരിക്കും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ എഗ്ലെസ് പ്ലം കേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയതാണ് ഈ ഒരു കേക്ക്.
അപ്പോൾ വെജിറ്റേറിയൻസ് വിഷമിക്കേണ്ട നല്ല അസൽ പ്ലം കേക്ക് തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ 1/2 കിലോ വരുന്ന കേക്ക് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 400 to 500 ആണ്. എന്നാലും അടുത്തുള്ള കടകളിൽ, അടുത്തുള്ള ബേക്കറികളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് അതിൽ കൂടാത്ത ഒരു എമൗണ്ട് വേണം ഫിക്സ് ചെയ്യാനായിട്ട്. കാരണം ഓരോ ഏരിയയിലും റേറ്റൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.